മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദം അടങ്ങുന്ന മേടം രാശിക്കാരുടെ വർഷം 2024 ഏപ്രിൽ മാസത്തിലെ പൊതു രാശിഫലങ്ങളാണ് പറയുന്നത്. ഈ മാസത്തെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. ബുധനും ഗുരുവും മേടത്തിലും, കേതു കന്നിരാശിയിലും, ശനി, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ കുംഭത്തിലും, സൂര്യൻ, ശുക്രൻ, രാഹു എന്നീ 3 ഗ്രഹങ്ങളും മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. സൂര്യൻ ഏപ്രിൽ 13-ാം തീയതി മീനം രാശിയിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ഇത് സൂര്യൻ്റെ ഉച്ചസ്ഥാനമാണ്. കുംഭം രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഏപ്രിൽ 23-ാം തീയതി മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. അതുപോലെ തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിൽ നിൽക്കുന്ന ശുക്രൻ ഏപ്രിൽ 25-ാം തീയതി മേടം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. മേടം രാശിയിൽ നിൽക്കുന്ന ബുധൻ ഏപ്രിൽ 2-ാം തീയതി വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഏപ്രിൽ 9-ാം തീയതി തിരിച്ച് മീനത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും. മീനം രാശിയിൽ ബുധൻ ഏപ്രിൽ 25-ാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതും മെയ് 10-ാം തീയതി വീണ്ടും മേടം രാശിയിൽ പ്രവേശിക്കുന്നതുമായിരിക്കും. ഇപ്പോൾ രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിൽ സഞ്ചരിക്കുന്ന ശനി ഏപ്രിൽ 6-ാം തീയതി ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരുരുട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും. ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഞാൻ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് എൻ്റെ ചാനലിൽ അത് കാണാവുന്നതാണ്. അതുപോലെ ഇപ്പോൾ ശുക്രൻ്റെ നക്ഷത്രമായ ഭരണിയിൽ നിൽക്കുന്ന ഗുരു ഏപ്രിൽ 14-ാം തീയതി സൂര്യൻ്റെ ആധിപത്യത്തിലുള്ള കാർത്തിക നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും. മാസാരംഭത്തിൽ ധനുരാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും. ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റം, സഞ്ചാരമാറ്റം എന്നിവ നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തുമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ്. ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 1-ാം ഭാവമാണ് ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 1-ാം ഭാവാധിപൻ ചൊവ്വയാണ്. ചൊവ്വ ഏപ്രിൽ 23-ാം തീയതി വരെ 11-ാം ഭാവത്തിലും അതിനുശേഷം 12-ാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത്. 23-ാം തീയതി വരെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല. പക്ഷേ 23-ാം തീയതി ചൊവ്വ 12-ാം ഭാവമായ മീനത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ രാഹു നിൽക്കുന്നത് കാരണം അംഗാരക യോഗം നിർമ്മിതമാകുന്നതാണ്. 12-ാം ഭാവം രോഗം, ഹോസ്പിറ്റൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതുമാണ്. അതിനാൽ ഈ സമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ കെയർലെസ് ആകാൻ പാടില്ല. ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ പോലും ഉടനെ അതിനുള്ള പരിഹാരം കണ്ടെത്തുന്നത് നല്ലതായിരിക്കും. ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 5-ാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 5-ാം ഭാവാധിപൻ സൂര്യനാണ്. സൂര്യൻ ഏപ്രിൽ 13-ാം തീയതി വരെ മീനം രാശിയിലും അതിനുശേഷം തൻ്റെ ഉച്ചസ്ഥാനമായ മേടം, അതായത് നിങ്ങളുടെ സ്വന്തം രാശിയിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും. 13-ാം തീയതി വരെ സൂര്യൻ 12-ൽ നിൽക്കുമ്പോൾ അവിടെ രാഹുവും ഒപ്പം ഉള്ളതിനാൽ ഗ്രഹണദോഷം ഉണ്ടാകുന്നതാണ്. ഈ സമയത്ത് വിദ്യാർത്ഥികളിൽ അലസത വരുന്നതായിരിക്കും. പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിചലിക്കും. ഈ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ടായിരിക്കണം. 13-ാം തീയതി സൂര്യൻ ഉച്ചസ്ഥാനമായ മേടത്തിൽ പ്രവേശിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറുന്നതും ഈ സമയത്ത് പരീക്ഷകളിൽ നന്നായി പെർഫോം ചെയ്യുന്നതും പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ 5-ാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്.
5-ാം ഭാവാധിപൻ സൂര്യൻ ഏപ്രിൽ 13-ാം തീയതി വരെ 12-ാം ഭാവത്തിൽ രാഹുവുമൊത്ത് ഗ്രഹണദോഷം നിർമ്മിക്കുന്നതിനാൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായിരിക്കില്ല. അതിനാൽ സംസാരിക്കുന്നതും പെരുമാറുന്നതും എല്ലാം സൂക്ഷിച്ചു വേണം ചെയ്യുവാൻ. ബ്രേക്കപ്പ് ഉണ്ടാകാതിരിക്കുവാൻ ശ്രമിക്കണം. പക്ഷേ 13-ാം തീയതി സൂര്യൻ തൻ്റെ ഉച്ചസ്ഥാനവും നിങ്ങളുടെ കേന്ദ്രസ്ഥാനവുമായ മേടത്തിൽ പ്രവേശിക്കുമ്പോൾ സമയം വളരെ അനുകൂലമാകുന്നതായിരിക്കും. പ്രേമബന്ധത്തെ വിവാഹബന്ധത്തിലാക്കുവാൻ ഇത് വളരെ ശുഭസമയമായിരിക്കും. ഇതിന് ബന്ധുക്കളുടെ സഹകരണവും ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകുന്നതാണ്. ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. 7-ാം ഭാവമാണ് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 7-ാം ഭാവാധിപൻ ശുക്രനാണ്. ശുക്രൻ ഏപ്രിൽ 25-ാം തീയതി വരെ 12-ാം ഭാവത്തിലും അതിനുശേഷം നിങ്ങളുടെ രാശിയിലുമായിരിക്കും നിൽക്കുന്നത്. ശുക്രൻ 12-ാം ഭാവത്തിൽ പൊതുവെ ശുഭഫലങ്ങളാണ് നൽകുന്നത്. കൂടാതെ മീനം രാശി ശുക്രൻ്റെ ഉച്ചസ്ഥാനവുമാണ്. ഈ സമയത്ത് ശുക്രൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ജീവിത പങ്കാളിയുമൊത്ത് ദൂരയാത്രകൾ ചെയ്യുന്നതാണ്. ജീവിത പങ്കാളിയുടെ ആരോഗ്യം, കരിയർ, ബിസിനസ് എന്നിവയും നല്ലതായിരിക്കും. ഒരു പ്രശ്നമുള്ളത് ഇവിടെ രാഹുവും ശുക്രനോടൊപ്പം നിൽക്കുന്നുണ്ട്. അതിനാൽ അന്യോന്യം ഒന്നും തന്നെ മറച്ചു വയ്ക്കുവാൻ പാടില്ല. എല്ലാ തീരുമാനങ്ങളും ഒന്നിച്ചു വേണം എടുക്കുവാൻ. പൊതുവെ ദാമ്പത്യ ജീവിതം ഈ മാസം സുഖകരമായിരിക്കും. അവസാനമായി നിങ്ങളുടെ ഭാഗ്യം, കരിയർ, ബിസിനസ്, സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഭാഗ്യസ്ഥാനാധിപൻ ഗുരുവാണ്. ഗുരു കേന്ദ്രസ്ഥാനത്താണ് നിൽക്കുന്നത്. ഭാഗ്യസ്ഥിതികൾ പൊതുവെ സാമാന്യമായിരിക്കും. ഗുരുവിൻ്റെ 9-ാം ദൃഷ്ടിയും ഭാഗ്യസ്ഥാനത്താണ് പതിക്കുന്നത്. ഇനി കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 10-ാം ഭാവാധിപൻ ശനിയാണ്. ശനി നിങ്ങളുടെ ലാഭസ്ഥാനമായ 11-ാം ഭാവത്തിൻ്റെയും അധിപനാണ്. ശനി നിൽക്കുന്നത് തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിലാണ്. ശനിയുടെ മൗഢ്യാവസ്ഥ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കൂടാതെ ഏപ്രിൽ 6-ാം തീയതി ശനി രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിൽ നിന്നും ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരുരുട്ടാതിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. അതിനാൽ ശനിയുടെ പൂർണ്ണ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് കരിയറിൽ പുരോഗതി വരാൻ ഇടയാക്കും. പ്രൊമോഷൻ, ട്രാൻസ്ഫർ, കൂടുതൽ പാക്കേജോടുകൂടി പുതിയ ജോലി എന്നിവയെല്ലാം ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. ഇനി ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശുക്രൻ്റെ സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാകും. അത് കാരണം സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും. ശുക്രൻ നിങ്ങളുടെ ധനസ്ഥാനാധിപനുമാണല്ലോ. ഈ സമയത്ത് സേവിങ്സ്, നിക്ഷേപങ്ങൾ എന്നിവയെല്ലാം തന്നെ ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. ഇതാണ് മേടം രാശിക്കാരുടെ 2024 ഏപ്രിൽ മാസത്തിലെ പൊതു മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.